പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഒരു പരീക്ഷണം കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത പരീക്ഷണം വരാനിരിക്കുകയാണല്ലോ എന്ന് പറയും. അലീനയാണെങ്കിലും ബാലചന്ദ്രനോട് പറയാണ്, ഇപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ വയ്യല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതല്ലേ, സാറിന് അറിയാലോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പറയാണ്, അതെ, നിൻ്റെ വീട് പോലെ അല്ലേ അത്, അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയും കേട്ടോ വൈജയന്തിക്ക്. അത് കഴിഞ്ഞ് ബാലേന്ദ്രനാണെങ്കിൽ നിൻ്റെ വീട് പോലെ നോക്കിയിരുന്നതെന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് എന്തോ ചെറുതായിട്ടൊരു സംശയമൊക്കെ വരുന്നുണ്ട് കേട്ടോ, ബാലചന്ദ്രൻ അങ്ങനെ എന്താ പറഞ്ഞതെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വൈജയന്തിക്കാണെങ്കിലും അലീനയോട് ബാലേന്ദ്രൻ സ്നേഹം കാണിക്കുന്നതും അവൾക്ക് കൊടുക്കുന്ന പരിഗണനയും ഒന്നും പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രനോട് പറയാണ്, ബാലേന്ദ്രൻ അവൾക്ക് ഇങ്ങനെ കൂട്ടിരിക്കുന്നത് കണ്ടാലേ മറ്റുള്ളവർക്ക് തോന്നും ബാലചന്ദ്രൻ്റെ ആദ്യ വരയിലുണ്ടായ മകളാണോ എന്നുള്ളതെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, എൻ്റേതല്ലാന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ട്. അതുപോലെ തന്നെ കൈതയ്ക്കൽ മാളിയേക്കൽ വീട്ടിലെ കുഞ്ഞിരാമ മേനോന് 3 ആൺമക്കളും ഒരു മോളുമാണുള്ളത്. അവരുടെ ആരുടെ അല്ലാതിരുന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ വൈജയന്തി ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രനെ എന്താപ്പം അങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു സംശയം എന്തായാലും വൈജയന്തിക്ക് വരും. വൈജയന്തി ഒരെണ്ണം പ്രസവിച്ചതാണല്ലോ കല്യാണത്തിന് മുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമോല് ഇത്രയൊക്കെയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്.